ചിത്രം വിചിത്രത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സൂര്യ കോമഡിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സിനിമയിലെത്തി ഒരു സംവിധായകനായി മാറുക, സംവിധാനം ചെയ്യുന്ന ചിത്രങ്ങളെല്ലാം മികച്ചതായി മാറുക, തുടർന്ന് നിർമ്മാണ രംഗത്തേക്ക് കടക്കുകയും നിർമ്മാണം ചെയ്യുന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റായി മാറുക, അതിനുശേഷം സിനിമയിലെ അഭിനയത്തിലേക്ക് തിരിയുക, തുടരെ തുടരെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് നടനായി മാറുക, അതിനെ തുടർന്ന് ദേശീയ സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കുക, പിന്നീട് അങ്ങോട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി, ഒരു സ്റ്റുഡിയോ, അങ്ങനെ 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 സിനിമയിലെ തന്നെ ഒരു വലിയ പ്രസ്ഥാനമായി മാറുക. സ്വപ്നമാണെങ്കിലും ഒരു മയത്തിലൊക്കെ പോരെ എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? എന്നാൽ ഇത് സ്വപ്നമല്ല. ഇതെല്ലാം മലയാള സിനിമയിൽ യാഥാർത്ഥ്യമാക്കിയ ഒരാളുണ്ട്. സിനിമയുടെ സമസ്ത മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന ആ പ്രതിഭയുടെ പേര് ലാൽ എന്നാണ്. അതെ, അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി ചിത്രം വിചിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. I love you. You love me. കലാഭവനിലെ ഒരു മിമിക്രി താരമായിട്ടായിരുന്നു ലാൽ എന്ന കലാകാരന്റെ തുടക്കം. എന്നാൽ ആ കാലം മുതൽ തന്നെ സിനിമയിലെത്തി ഒരു വലിയ സംവിധായകനാവുക എന്നതായിരുന്നു ലാലിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. മിമിക്രി രംഗത്തു നിന്നും സിനിമയിലേക്ക് എത്തിയ ഹാസ്യ കലാകാരന്മാരെ നമുക്ക് പരിചയമുണ്ട്. എന്നാൽ ഒരു മിമിക്രി കലാകാരൻ സംവിധായകനാവുക എന്നത് അതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒന്നായിരുന്നു. എന്നാൽ ആ ആഗ്രഹത്തെ നിരുത്സാഹപ്പെടുത്തുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. പക്ഷേ ലാൽ വിട്ടുകൊടുക്കുവാൻ തയ്യാറായിരുന്നില്ല. തന്നെ പോലെ തന്നെ സിനിമ സ്വപ്നം കണ്ടു നടക്കുന്ന മിമിക്രി കലാകാരനായ സിദ്ദിഖിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ രണ്ടുപേരും സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. സാറ് ഒറ്റയ്ക്കാണോ അതോ കുടുംബമായിട്ടാണോ താമസം? കലാഭവനിൽ നിന്നും സിനിമയ്ക്കായി മദ്രാസിലേക്ക് പുറപ്പെട്ട ലാലിനും സിദ്ദിഖിനും മുൻപിൽ ഒരൊറ്റ ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അക്കാലത്തെ പ്രശസ്ത സംവിധായകന്മാരിൽ ഒരാളായ ഫാസിലിന്റെ സഹസംവിധായകരായി സിനിമയിൽ ജോലി ചെയ്യുവാൻ അവസരം നേടുക. ഇരുവരുടെയും മിമിക്രി പ്രോഗ്രാമുകൾ നേരിട്ട് കണ്ട ഫാസിലിന് ഇവരെ തന്റെ സഹസംവിധായകരാക്കുന്നതിൽ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. ഫാസിൽ തന്നെ സംവിധാനം ചെയ്ത നോക്കിത്താ ദൂരത്ത് കണ്ണം നട്ട്, മണിപത്തൂരിലെ 1000, ശിവരാത്രികൾ എന്നീ ചിത്രങ്ങളിൽ ലാൽ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായി ജോലി ചെയ്തു. അധികം വൈകാതെ ഒരു സിനിമ നിർമ്മിക്കാൻ പോകുന്നുണ്ട്. അതിലാണ് ഞാൻ പാടാൻ പോകുന്നത്. 1989 ലാലിന് ഒരു സംവിധായകനായി അരങ്ങേറുവാൻ സാധിച്ചത്. ആ ഉദ്യമത്തിലും ലാൽ ഒറ്റയ്ക്കായിരുന്നില്ല. തന്റെ പ്രിയ സുഹൃത്ത് സിദ്ദിഖ് കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഈ രണ്ടു ചെറുപ്പക്കാർക്കും വേണ്ട ധൈര്യവും പിന്തുണയും നൽകിയത് ഇരുവരുടെയും ഗുരുനാഥനായിരുന്ന ഫാസിലായിരുന്നു. സൂപ്പർ താരങ്ങളുടെ ഡേറ്റിന് പുറകെ പോകാതെ ചെറിയ താരങ്ങളെ വെച്ച് സിനിമ വിജയിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരെ വെച്ച് വേണമെങ്കിലും സിനിമ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് ഫാസിലാണ് അവർക്ക് ധൈര്യം നൽകിയത്. കിഴക്കേപ്പാട് നിങ്ങളുടെ അമ്മൂമ്മയുടെ കിഴക്കേപ്പാട് എന്റെ അമ്മൂമ്മയുടെ സ്ഥലമാണ് സാർ. അതാണ് എന്റെ കഥയിലെ ഗ്രാമം. ഫാസിൽ പകർന്നു കൊടുത്ത ധൈര്യത്തിന്റെ ബലത്തിൽ മുകേഷ്, ഇന്നസെന്റ് എന്നിവരോടൊപ്പം പുതുമുഖമായ സായ്കുമാറിനെയും മുഖ്യവേഷങ്ങളിൽ ഉൾപ്പെടുത്തി റാംജി റാവു സ്പീക്കിംഗ് എന്ന അവരുടെ ആദ്യ ചിത്രം അവർ പുറത്തിറക്കി. ഈ ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളികളിൽ ഒരാളും ഫാസിലായിരുന്നു. മലയാള സിനിമയിൽ തന്നെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ ചിത്രത്തോടുകൂടി സിദ്ദിഖ് ലാൽ എന്ന ഒരു പുതിയ സംവിധായക കൂട്ട് മലയാള സിനിമയ്ക്ക് ലഭിക്കുകയും ചെയ്തു. ഇനി വെച്ച് വൈകിക്കണ്ട, എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ ഇനിയും നീ രാധികയുടെ പുറകെ നടന്ന് ഭ്രാന്ത് കാണിക്കും. പെട്ടെന്ന് റെഡിയായിക്കോ. അവരുടെ ആദ്യ ചിത്രത്തിന്റെ വിജയം ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് പലരും കരുതി. മിമിക്രിക്കാരന്മാർ സംവിധായകരായാൽ ഏറിപ്പോയാൽ 2 ചിത്രം, അതിനപ്പുറത്തേക്കില്ല എന്നായിരുന്നു എല്ലാവരുടെയും സംസാരം. എന്നാൽ ഈ പ്രതീക്ഷകളെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് അവർ നടന്നു കയറിയത് മലയാള സിനിമയുടെ ചരിത്രത്തിലേക്കായിരുന്നു. എന്റെ പേര് സണ്ണി എബ്രഹാം. എങ്ങോട്ടാ? അതറിഞ്ഞിട്ട് തനിക്ക് എന്തിനാ? ലാൽ സംവിധാനം ചെയ്തതോ നിർമ്മിച്ചതോ അഭിനയിച്ചതോ ആയ ചിത്രങ്ങളെല്ലാം തന്നെ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിരുന്നത് നർമ്മത്തിന്റെ വേറിട്ട രസക്കൂട്ടായിരുന്നു. കോമഡിയും ആക്ഷനും ഒരുപോലെ ഇടകലർന്ന ഇത്തരം ചിത്രങ്ങളെല്ലാം തിയേറ്ററുകളിൽ വൻ ആഘോഷമാക്കി മാറ്റുമ്പോൾ അത് പ്രേക്ഷകർക്ക് പുതിയ ഒരു അനുഭവമായി മാറി. ഈ തട്ടിലെ കുട്ടിദോശ എവിടെ കിട്ടുക? കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുമാണ് ലാലിന്റെ വരവ്. പിതാവ് പോൾ കൊച്ചിൻ കലാഭവനിലെ
തബല അധ്യാപകനായിരുന്നു. പിതാവിനോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് കലാഭവൻ സന്ദർശിച്ചിരുന്ന ലാൽ പിന്നീട് അവിടെ തബല പഠിക്കുന്നതിനായി ചേർന്നു. ലാലിന്റെ ഉള്ളിലെ കലാവാസന തിരിച്ചറിഞ്ഞ കലാഭവനിൽ നിന്നും മികച്ച പിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. പോൾ ഫിലോമിന ദമ്പതികളുടെ 4 മക്കളിൽ ഏറ്റവും മൂത്ത മകനാണ് മൈക്കിൾ എന്ന ലാൽ. ഇന്ന് വെള്ളം അടിക്കാനായിട്ടൊരു കാരണമില്ലായിരിക്കായിരുന്നു. ഇന്നത്തെ വെള്ളോടി കലാപരിപാടികളൊക്കെ അവർക്ക് വേണ്ടിയിട്ടാട്ടെ. കലാഭവൻ കേരളത്തിന് പരിചയപ്പെടുത്തിയ മിമിക്സ് പരേഡ് എന്ന ചിരിവിരുന്നിന്റെ ആദ്യ പതിപ്പിൽ അണിനിരന്ന കലാകാരന്മാരിൽ ലാലും ഉണ്ടായിരുന്നു. മിമിക്രിയും കോമഡി സ്കിറ്റുകളും ഇടകലർത്തി അവതരിപ്പിച്ച ഈ പുതിയ കലാരൂപം കേരളക്കരയ്ക്ക് തന്നെ ഒരു പുതിയ അനുഭവമായിരുന്നു. തുടക്കത്തിലൊക്കെ നാടകങ്ങൾക്കും ഗാനമേളകൾക്കുമൊക്കെ ഇടയിലുള്ള ഇടവേളകൾ മാത്രമായിരുന്നു അവർക്ക് വേദി ലഭിച്ചിരുന്നത്. മിമിക്സ് പരേഡ് ജനങ്ങൾ നെഞ്ചിലേറ്റിയതോടുകൂടി 1-2 മണിക്കൂറുകൾ ദൈർഘ്യമുള്ള ഒരു സിംഗിൾ പ്രോഗ്രാമായി മിമിക്സ് പരേഡ് അവതരിപ്പിക്കുവാൻ തുടങ്ങി. എന്തൊരു ദുഷിപ്പാണ്ട, നിനക്കൊക്കെ പൈപ്പിൻ ചോട്ടി വെള്ളം പിടിക്കാൻ പോകാൻ പാടില്ല. കോളി, നീ ഒരു അച്ഛനല്ലടാ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും കേരളത്തിന് പുറത്തും നിരവധി വേദികളിൽ മിമിക്സ് പരേഡ് എന്ന പ്രോഗ്രാം വിജയകരമായി തന്നെ അവതരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഈ അനുഭവ പരിചയം ലാൽ എന്ന കലാകാരനിലെ നർമ്മബോധത്തെ പരിപോഷിപ്പിച്ചു എന്ന് തന്നെ പറയാം. മിമിക്സ് പരേഡിൽ ലാലിനോടൊപ്പം സഹകരിച്ച സിദ്ദിഖിന്റെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. പിൽക്കാലത്ത് ഇവർ ഇരുവരും ചേർന്ന് സംവിധാനം ചെയ്ത സിനിമകളിലെ നിത്യഹരിതങ്ങളായ നർമ്മ മുഹൂർത്തങ്ങൾക്ക് പിൻബലമേകിയത് ഈ വേദികളിലെ അനുഭവ സമ്പത്താണെന്ന് നിസ്സംശയം പറയാം. നിങ്ങള് പ്രകടനം കണ്ടിട്ടുണ്ടോ? പ്രകടനം കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. കണ്ടോ? ഹലോ ഭാര്യ, ഞാൻ നേത്രാവതി എക്സ്പ്രസിൽ ഗോവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സെക്രട്ടറി കോച്ചിൽ എന്താ നീ എന്റെ മൂക്കിയോ? റാംജി റാവ് സ്പീക്കിംഗ്, ഇൻ ഹരിഹർ നഗർ, ഗോഡ് ഫാദർ, കാബൂളിവാല, വിയറ്റ്നാം കോളനി എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയതിനു ശേഷം സിദ്ദിഖ് ലാൽ കൂട്ടായ്മ പിരിയുവാൻ തീരുമാനിച്ചു. സിദ്ദിഖ് സംവിധാനത്തിൽ തന്നെ ഉറച്ചു നിന്നുവെങ്കിലും ലാൽ നിർമ്മാണ രംഗത്തേക്ക് ചുവടുവെച്ചു. എന്നാൽ അവിടെയും ലാലിനൊട്ടും പിഴച്ചില്ല. പ്രേക്ഷകരുടെ ആസ്വാദന തലത്തിന്റെ മർമ്മമറിഞ്ഞ ലാൽ തുടരെ തുടരെ മികച്ച ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത് സൂപ്പർ ഹിറ്റുകളാക്കി മാറ്റി. പിന്നെ ചുമ്മാതാണോ മോനെ തമിഴിൽ നമ്പർ 1 ഡയറക്ടറായത്? അതിന് സാറ് തമിഴിൽ പടമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ചെയ്തിട്ടില്ല. കൈവയ്ക്കുന്ന എല്ലാ മേഖലയിലും വിജയം കൈവരിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ ലാലിനത് സാധിച്ചത് കർമ്മ മേഖലയിലെ തന്റെ കഴിവും ആത്മാർത്ഥതയും ഒന്നുകൊണ്ട് മാത്രമാണ്. അല്ലല്ല, പേടിച്ചിട്ടാ. ലാൽ അഭിനയിച്ചതോ നിർമ്മിച്ചതോ ആയ ചിത്രങ്ങളെല്ലാം തന്നെ പ്രേക്ഷകൻ ഇന്നും പ്രിയപ്പെട്ടതായിരുന്നു. തിയേറ്ററുകളിൽ വൻ ആഘോഷമാക്കി മാറ്റുവാൻ സാധിക്കുന്ന എല്ലാ ചേരുവകളും തികഞ്ഞ സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിന് ലാലിന് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു. കോമഡി രംഗങ്ങളും വൈകാരിക രംഗങ്ങളും ആക്ഷനും മാസും പാട്ടും എല്ലാം നിറഞ്ഞ ഒരു കംപ്ലീറ്റ് കളർഫുൾ എന്റർടൈനേഴ്സ് ആണ് എന്നും ലാൽ ചിത്രങ്ങൾ. ഇതാണോ എന്റെ ഫ്രണ്ട് പിശാച്? നിന്ന് തിരിഞ്ഞു കളിക്കാണ്ട് വന്ന് കേറ് രണ്ടുപേരും. സിദ്ദിഖ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ ഹിറ്റ്ലർ ആയിരുന്നു ലാൽ നിർമ്മിച്ച ആദ്യത്തെ സിനിമ. സൂപ്പർ ഹിറ്റായി മാറിയ ഈ സിനിമയ്ക്ക് ശേഷം ഫ്രണ്ട്സ്, തെങ്കാശിപ്പട്ടണം, ചതിക്കാത്ത ചന്തു, കല്യാണരാമൻ, ചാന്തുപൊട്ട്, തൊമ്മനും മക്കളും തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായിരുന്നു ലാലിന്റെ നിർമ്മാണത്തിൽ മലയാളത്തിന് ലഭിച്ചത്. ഈ ചിത്രങ്ങളിലെല്ലാം തന്നെ ലാൽ ഒരു മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. സംവിധായകൻ ജയരാജ് ആയിരുന്നു ലാൽ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നതിന്റെ മുഖ്യ കാരണക്കാരൻ. ഇയാൾ എന്തായി കാണിക്കുന്നത്? 10-20 പടത്തിൽ ഇയാൾ തന്നെ എതിർള്ള സ്റ്റെപ്സ് ആയത്. അമർക്കാൻ വെറുതെ കുറെ ഫിലിം വേസ്റ്റ് ആക്കി. ജയരാജ് സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ ജോണി വാക്കറിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ ലാലിന് ക്ഷണം ലഭിച്ചു. എന്നാൽ അഭിനയത്തിലേക്ക് ചുവടുവെക്കുവാൻ വിമുഖത കാണിച്ച ലാൽ ആ ക്ഷണം സ്നേഹപൂർവ്വം നിരസിക്കുകയായിരുന്നു. എന്നാൽ തന്റെ അടുത്ത ചിത്രമായ കളിയാട്ടത്തിലെ ഒരു പ്രധാന വില്ലൻ കഥാപാത്രം ആയ വേഷം ജയരാജ് ലാലിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. ഇത്തവണ ആ ക്ഷണം നിരസിക്കുവാൻ ലാലിന് സാധിച്ചില്ല. ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട ഈ ചിത്രത്തിലെ വില്ലൻ വേഷം ലാലിന്റെ കരിയറിലെ തന്നെ ഒരു വഴിത്തിരിവായി മാറുകയായിരുന്നു. യു ആർ പെർഫെക്റ്റ്ലി ഓക്കേ എന്ന് പറയണമെങ്കിൽ ഞാൻ ഒരു ഇഡിയറ്റ് ആയിരിക്കണം. പക്ഷെ അല്ലല്ലോ. വില്ലൻ വേഷം ചെയ്തുകൊണ്ട് അഭിനയത്തിൽ തുടക്കം കുറിച്ചതുകൊണ്ട് തന്നെ ലാൽ സിനിമയിൽ വില്ലനായി തന്നെ തുടരുമെന്നാണ് പലരും കരുതിയിരുന്നത്. ലാലിന്റെ പരുക്കൻ ശബ്ദവും രൂപവും ആ വിശ്വാസത്തിന് കൂടുതൽ കരുത്തു നൽകി. എന്നാൽ ഈ കണക്കുകൂട്ടലുകളെ എല്ലാം തെറ്റിച്ചുകൊണ്ട് ലാൽ സിനിമയിൽ നായകനായും സ്വഭാവ നടനായും കൊമേഡിയനായും നിറഞ്ഞാടി.
ഗൗരവമായ വേഷങ്ങളെയും സരസമായ വേഷങ്ങളെയും വളരെ കൈയടക്കത്തോടു കൂടി ലാൽ അവതരിപ്പിച്ചു. പ്രണയരംഗങ്ങളിലും ഗാനങ്ങളിലെ നൃത്തരംഗങ്ങളിലും ലാൽ കസറി. ഒഴിമുറി, തലപ്പാവ് എന്നീ ചിത്രത്തിലെ പ്രകടനത്തിന് ദേശീയ സംസ്ഥാന അവാർഡുകൾ ലാൽ കരസ്ഥമാക്കി. തെങ്കാശിപ്പട്ടണം, കല്യാണരാമൻ, ചതിക്കാത്ത ചന്തു, വൻമാൻ ഷോ, സോൾട്ട് ആൻഡ് പെപ്പർ, തൊമ്മനും മക്കളും എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലെ സരസമായ അഭിനയമാണ് ലാലിനെ കൂടുതൽ ജനപ്രിയനാക്കി മാറ്റിയതെന്ന് പറയുവാൻ സാധിക്കും. ഇവയെല്ലാം തന്നെ ഒന്നുകിൽ ലാൽ നിർമ്മിച്ചതോ വിതരണം ചെയ്തതോ ആയ സിനിമകളാണ് എന്നുള്ളതാണ് മറ്റൊരു കൗതുകം. മിമിക്രി കാലഘട്ടത്തിലുള്ള തന്റെ സ്റ്റേജിലെ അനുഭവ പരിചയം ഇത്തരം സിനിമകളിലെ കോമഡി രംഗങ്ങളിൽ തിളങ്ങുവാൻ ലാലിനെ കൂടുതൽ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നീ എന്നെ എന്താ വിളിച്ചത്? അനിയന്റെ ഭാര്യയുടെ അച്ഛനെ സാറേന്നോ? എടാ തമ്പിന്ന് വിളിയടാ. എടാ തമ്പിന്ന് വിളിക്കാം. അച്ചു എന്റെ സ്വഭാവം മാറും. എടാ തമ്പിന്ന് വിളിക്കില്ല. ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നല്ലോ. സംവിധാനം, അഭിനയം, നിർമ്മാണം, വിതരണം എന്നീ മേഖലകളിലെല്ലാം വിജയം കൈവരിച്ച ലാൽ തന്റെ ഉടമസ്ഥതയിൽ എറണാകുളത്ത് ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ആരംഭിച്ചു. ലാൽ മീഡിയ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഈ സ്റ്റുഡിയോ കേരളത്തിലെ തന്നെ ഏറ്റവും വിജയകരമായി പ്രവർത്തിക്കുന്ന സിനിമാ സ്റ്റുഡിയോസിൽ ഒന്നായി മാറി. സിനിമയിലെ വിവിധ മേഖലകളിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന ലാലിന്റെ വാക്കിന് മലയാള സിനിമ ചലച്ചിത്ര ലോകം ഏറെ വില നൽകുന്നുണ്ട്. 2005 ചലച്ചിത്ര സംഘടനകൾ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസം ഒത്തുതീർപ്പാക്കിയത് ലാലിന്റെ മധ്യസ്ഥതയിലാണ്. എടാ, ഞാൻ മിനിഞ്ഞാന്ന് വരേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മൂപ്പന്റെ കാര്യം. പുള്ളിക്ക് ചില കാടൻ പൊടിക്കൈകളൊക്കെ അറിയാട്ടോ. ഒറ്റ പ്രാവശ്യം കാണിച്ചെന്നോ ഞാൻ ഉണ്ടാക്കി തരാം. മലയാള ചലച്ചിത്ര മേഖലയിലെ നിരവധി സംഘടനകളിൽ അംഗത്വമുള്ള ചുരുക്കം ചില നടന്മാരിൽ ഒരാളാണ് ലാൽ. നാൻസിയാണ് ലാലിന്റെ ഭാര്യ. യുവ സംവിധായകരിൽ ശ്രദ്ധേയനായ ജീൻ പോളാണ് അദ്ദേഹത്തിന്റെ മകൻ. മോണിക്കയാണ് അദ്ദേഹത്തിന്റെ മകൾ. സഹോദരി പുത്രനായ ബാലു വർഗീസ് യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ നടൻ കൂടിയാണ്. തന്റെ സംവിധാന പാഠവും കൊണ്ടും അഭിനയ മികവ് കൊണ്ടും സമ്പന്നമാക്കിയ ധാരാളം ലാൽ ചിത്രങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ജീവിതം ഒന്നേ ഉള്ളൂ, അതടിച്ച് പൊളിച്ച് തകർത്ത് ജീവിക്കണം. വീണ്ടും കാണാം. Till then, this is Angel Mary signing off. Tata.